നാഷണൽ സെൻറ്റർ ഫോർ ഗുഡ് ഗവേണൻസ് അഥവാ NCGC ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓട്ടോണോമസ് ആൻഡ് അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഷണൽ സെൻറ്റർ ഫോർ ഗുഡ് ഗവേണൻസ് അഥവാ NCGC. NCGC കറൻ്റ്ലി പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് പോളിസി മേക്കിംഗ് ഇത്തരത്തിലുള്ള ടോപ്പിക്സിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് പോലുള്ള സബ്ജക്ട്സിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഓർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സൊക്കെ പേഴ്സ്യൂ ചെയ്യുന്ന സ്റ്റുഡൻസിനെ എയിം ചെയ്തുകൊണ്ട് അവരുടെ സ്കിൽ എൻഹാൻസ്മെൻറ്റിനും അതുപോലെ തന്നെ റിസർച്ച് ആക്ടിവിറ്റീസ് എൻഹാൻസ് ചെയ്യുന്നതിനും കരിയർ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവർ ഇയർലി ഇത് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻറ്റേൺഷിപ്പാണ്. ഈ ഒരു പെർട്ടിക്കുലർ ഇൻറ്റേൺഷിപ്പിൻ്റെ ഈ വർഷത്തെ അപ്ലിക്കേഷൻ ഇപ്പോൾ ഓൺഗോയിങ് ആണ്. ഇതൊരു ഫ്രീ ഇൻറ്റേൺഷിപ്പ് വിത്ത് സ്റ്റൈപ്പൻ്റാണ്. നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പെർ മന്ത് 10,000 റുപ്പീസാണ് ഇതിന് സ്റ്റൈപ്പൻ്റായിട്ട് കിട്ടുന്നത്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ, ആൻ ഇൻറ്റേൺഷിപ്പ് ഫ്രം നാഷണൽ സെൻറ്റർ ഫോർ ഗുഡ് ഗവേണൻസ്. സോ യു ആർ വാച്ചിങ് സൈ ഹൈ. സോ പ്ലീസ് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ അപ്ഡേറ്റ്സ് ആൻഡ് ഇൻഫർമേഷൻ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇത് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്ന എല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സോ നമുക്ക് അവരുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അവരുടെ വെബ്സൈറ്റ് ncgg.org.in ആണ്. നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സോ യു ക്യാൻ ആക്സസ് ഫ്രം ദർ. ഇതാണ് അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ആദ്യം തന്നെ അവരുടെ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയ ഓവർവ്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. അവർ എന്തിനാണ് ഈ ഒരു പെർട്ടിക്കുലർ ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി ഒന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇവർ ഇൻറ്റേൺഷിപ്പിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, എവിടെയായിരിക്കും വർക്ക് ചെയ്യുക എന്നുള്ളത്. അതായത് നാഷണൽ സെൻറ്റർ ഫോർ ഗുഡ് ഗവേണൻസ് അഥവാ NCGCക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് ഓരോ ബ്രാഞ്ചിലോ അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലോ ആയിരിക്കും നിങ്ങൾ ഈ ഒരു ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുക. സോ നിങ്ങളുടെ സ്കിൽ ആൻഡ് കരിയർ എൻഹാൻസ്മെൻറ്റിൻ്റെ ഒപ്പം തന്നെ ഈ NCGCയുടെ റിസർച്ച് ഏരിയയിലുള്ള അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റൽ ഏരിയയിലുള്ള ഒരു ഗ്രോത്ത് കൂടി ഈ ഇൻറ്റേൺഷിപ്പിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള എയിമാണ്. സോ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇൻറ്റേൺഷിപ്പിന് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. സോ 4 ക്രൈറ്റീരിയയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ഇത് നിലവിൽ ഇന്ത്യയിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾക്കോ കൂട്ടർക്കും അപ്ലൈ ആവുന്ന ഒരു ഇൻറ്റേൺഷിപ്പാണ്. എസ്പെഷ്യലി ഇവർ പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് പബ്ലിക് പോളിസി ഈ കോഴ്സുകളിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫീൽഡിലുള്ള കോഴ്സിലൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ഇൻറ്റേൺഷിപ്പിനായിട്ട് ഇവർ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ഗവൺമെൻറ് ഇൻറ്റേൺഷിപ്പ് കൂടി ആയതുകൊണ്ട് തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനാണ് ഇവരുടെ ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി ഇൻ്റഗ്രേറ്റഡ് കോഴ്സിൽ അവരിൽ 4th ഇയറിലൊക്കെ എത്തിയ പിള്ളേർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഏജ് ഓഫ് ദ കാൻഡിഡേറ്റ് ഷാൾ നോട്ട് എക്സീഡ് 30 years. അഥവാ ഈ ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റിൻ്റെ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് 30 വയസ്സ് പൂർത്തിയാൻ പാടില്ല, 30 വയസ്സിൽ താഴെ ആയിരിക്കണം. ദെൻ നമ്മളൊരു ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ നമ്മുടെ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയുടെ HOD അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ പ്രിൻസിപ്പളിൻ്റെയോ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് എലോങ് വിത്ത് അപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അറ്റാച്ച് ചെയ്യേണ്ടി വരും. ദെൻ ഡ്യൂറേഷൻ ഓഫ് ദി അപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് 8 weeks മിനിമം ഉണ്ടാവും. അഥവാ 2 മാസത്തെ ഇൻറ്റേൺഷിപ്പ് മിനിമം അവൈലബിൾ ആണ്. അത് 6 മാസം വരെ എക്സ്റ്റെൻഡ് ആവാവുന്നതാണ്. സോ 2 to 6 months ആണ് ഈ ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. മിനിമം ടു മാക്സിമം 6. ഈ 6 എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് പ്രോഗ്രസ് അനുസരിച്ച് അതുപോലെ തന്നെ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ പ്രോജക്റ്റ് ആൻഡ് ഓർഗനൈസേഷൻ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. 6 months ഈസ് നോട്ട് മാൻഡേറ്ററി. ഓക്കെ, സോ മിനിമം 2 months ഈസ് അവൈലബിൾ. ദെൻ ഡിഫറെൻറ്റ് ഡൊമൈൻസ് ആൻഡ് ഏരിയാസ് ഓഫ് ഇൻറ്റേൺഷിപ്പ്. ഈ ഒരു പെർട്ടിക്കുലർ ഇൻറ്റേൺഷിപ്പ് ഏതൊക്കെ ഏരിയയിലാണ് ഏതൊക്കെ ഡൊമൈൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങളത് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇതിൽ അവൈലബിൾ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് അപ്ലൈ ചെയ്യുക. ദെൻ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന്, അവരുടെ ആപ്ലിക്കേഷൻ പോകേണ്ടത് അവരുടെ ഒറിജിനൽ വെബ് ഹാൻഡിലായിട്ടുള്ള www.ncgg.org.in എന്ന് പറയുന്ന ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ ആയിരിക്കണം. ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ദെൻ
അപ്ലിക്കേഷൻ മസ്റ്റ് ഫിനിഷ് ഓൾ ദ റിക്വയർഡ് ഇൻഫർമേഷൻ ടു എനേബിൾ ദ സെൻഡർ ടു മേക്ക് എ ഡിസിഷൻ. അഥവാ നമ്മൾ അപ്ലിക്കേഷനിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് കാൻഡിഡേറ്റിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം അപ്ലിക്കേഷൻ്റെ സമയത്ത് നമ്മൾ കൊടുത്തിരിക്കണം. അഥവാ നമ്മുടെ അപ്ലിക്കേഷൻ, അതുപോലെ തന്നെ റെക്കമെൻഡേഷൻ ലെറ്റർ, നമ്മുടെ പേഴ്സണൽ ID, അത്തരത്തിലുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും കൊടുത്തിരിക്കണം. എല്ലാത്തിൻ്റെയും വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അവർ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെലക്ഷൻ അംഗീകരിക്കുകയുള്ളൂ. ഓക്കെ, അതവർ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇൻകംപ്ലീറ്റ് അപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ചെയ്യും എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ആൻഡ് സെലക്ഷൻ പ്രോസസ്സിന് 2 സ്റ്റേജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിലിമിനറി സ്ക്രീനിങ് ഓഫ് ദി അപ്ലിക്കേഷൻ ആൻഡ് ഇൻ്റർവ്യൂ. നമ്മൾ കൊടുക്കുന്ന അപ്ലിക്കേഷൻ ഒരു പ്രിലിമിനറി സ്ക്രീനിങ് പ്രോസസ്സ് ഉണ്ട്, ദെൻ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്. സ്ക്രീനിങ് പ്രോസസ്സിൽ പാസ്സായ അല്ലെങ്കിൽ അവർ സെലക്ട് ചെയ്ത സ്റ്റുഡൻസിന് മാത്രമേ പേഴ്സണൽ ഇൻ്റർവ്യൂവിനുള്ള ഒരു മെയിൽ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ എന്നുള്ളവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും ഈ പ്രിലിമിനറി എക്സാമിനേഷൻ നടത്തുന്നതും അതുപോലെ തന്നെ റെസ്പെക്റ്റീവ് സ്റ്റുഡൻസിൻ്റെ ഇൻ്റർവ്യൂ ക്യാരി ഔട്ട് ചെയ്യുന്നതും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ദ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് നിലവിൽ അവർ 20 ഇൻറ്റേൺഷിപ്സാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിൻ്റെ ഒക്കെ ഡിഫറെൻറ്റ് റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് മാറാവുന്നതാണ്. സോ 20 ഇൻറ്റേൺഷിപ്പ് പൊസിഷൻസ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആരും മാറി നിൽക്കരുത്, മാക്സിമം അപ്ലൈ ചെയ്യുക. അതെങ്ങാനും എക്സ്റ്റെൻഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ചാൻസസ് ആർ ദെയർ, ദാറ്റ്സ് വൈ. സോ എക്സ്റ്റെൻഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ദെൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്പോർട്ട്, അഥവാ നമ്മുടെ ട്രാവൽ അലവൻസ് അല്ലെങ്കിൽ ട്രാവൽ DA, അതുപോലെ തന്നെ അക്കോമഡേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും NCGC റെസ്പോൺസിബിൾ അല്ല. അതെല്ലാം നമ്മൾ തന്നെ അറിയണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഹോണറേറിയം, നമുക്കൊരു സ്റ്റൈപ്പൻഡ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഹോണറേറിയം ഉണ്ട്. പെർ മന്ത് 10,000 റുപ്പീസാണ് അവർ ഹോണറേറിയമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ ഫ്രീ ഇൻറ്റേൺഷിപ്പ് വിത്ത് സ്റ്റൈപ്പൻഡ് ഓഫ് 10,000 റുപ്പീസ്. സോ ചാൻസ് മിസ്സാക്കാതിരിക്കുക. ദെൻ ഒബ്ലിഗേഷൻ ആൻഡ് അറ്റൻഡൻസിൻ്റെ കാര്യത്തിൽ പറയുന്നത് നമ്മൾ സെലക്ട് ആയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ NCGCയുടെ അവരുടെ നോംസ് ആൻഡ് റൂൾസിനനുസരിച്ചായിരിക്കും നമ്മൾ ഈ ഒരു ഇൻറ്റേൺഷിപ്പ് പീരീഡ് അവിടെ കഴിച്ചു കൂട്ടേണ്ടത്. അഥവാ അവരുടെ റൂൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കേണ്ടി വരും. നത്തിങ് സീരിയസ്, ബട്ട് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളെല്ലാം പാലിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആക്ഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ് അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദെൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഈ ഒരു പെർട്ടിക്കുലർ ഇൻറ്റേൺഷിപ്പ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് അത് നമ്മുടെ ഇൻറ്റേൺഷിപ്പ് സക്സസ്ഫുള്ളി ചെയ്ത് കഴിയുകയാണെങ്കിൽ മാത്രമായിരിക്കും അത് തരിക. അതുപോലെ തന്നെ ടെർമിനേഷൻ ഓഫ് ഇൻറ്റേൺഷിപ്പ് എന്നിവിടെ അവർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ടെർമിനേഷൻ എന്ന് പറയുന്നത് അറ്റ് എനി പോയിൻറ്റ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ദ ഓർഗനൈസേഷൻ ഓർ NCGC ക്യാൻ ടെർമിനേറ്റ് യുവർ ഇൻറ്റേൺഷിപ്പ് ഇഫ് യു ആർ നോട്ട് ഫിറ്റ്. അഥവാ ഇവർ NCGC ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു പെർട്ടിക്കുലർ ബോർഡിന് തോന്നുന്നത് നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഇൻറ്റേൺഷിപ്പിൽ അല്ലെങ്കിൽ ഒരു പൊസിഷന് ഫിറ്റ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് വിത്തൗട്ട് എനി റീസൺ നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് ടെർമിനേറ്റ് ചെയ്യാവുന്നതാണ്. സോ അതിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അവർ നമ്മുടെ ഇൻറ്റേൺഷിപ്പ് പീരീഡിൽ നമ്മുടെ വർക്കിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ടെർമിനേറ്റ് ചെയ്യാം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇത്തരത്തിലുള്ള ഫീൽഡിലൊക്കെ മാസ്റ്റേഴ്സ് കോഴ്സ് ബേസ് ചെയ്യുന്നവർക്ക് ഒരു പെയ്ഡ് ഗവൺമെൻറ് ഇൻറ്റേൺഷിപ്പാണ് NCGC പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക, ചാൻസ് മിസ് ചെയ്യാതിരിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇത് യൂസ്ഫുൾ ആവും എന്നുള്ളവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.